ഹലോ, ഇത് കുറേ നാൾക്ക് മുന്നേ എടുത്ത് നമ്മുടെ ഗാലറിയിൽ മാരിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു വീഡിയോ ആണ്. ചീമച്ചക്ക വ്ളോഗ്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താ പറയുന്നത്? നമ്മുടെ തിരുവല്ല സൈഡിൽ ചീമച്ചക്ക എന്നാ പറയുന്നത്. ഇത് കുറേ പേരെ ഞാൻ വീഡിയോ കാണിച്ചപ്പം കൈതച്ചക്ക അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പേരുകൾ. എനിവേ, ഇത് നമ്മുടെ വീട്ടിലെ ചീമപ്ലാവാണ്. എൻ്റെ സൂപ്പർ വുമൺ മമ്മി അതെങ്ങനെയൊക്കെയോ പറിച്ച് താഴെ ഇടുന്നു. അങ്ങനെ നമുക്ക് കുറച്ച് നാലഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഇന്നൊന്ന് പുഴുങ്ങാൻ പോവുക. തൊലിയെല്ലാം ചെത്തി നമുക്കിഷ്ടമുള്ള പോലെ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കണം. അത്ര സോഫ്റ്റ് അല്ല കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു കടുംപിടുത്തം. ഇതിന് നമ്മളുടെ പൈനാപ്പിളൊക്കെ പോലെ അല്ലെങ്കിൽ നോർമൽ ചക്കയൊക്കെ പോലെ നടുക്കത്തെ ആ ഭാഗം കട്ട് ചെയ്ത് കളയണം കേട്ടോ. ബാക്കി ഫ്ലഷ് പാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നീളത്തിൽ മുറിച്ച് വെള്ളത്തിൽ കഴുകി പുഴുങ്ങാൻ വെക്കാൻ പോവുക. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇത് നേരത്തെ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചരുവത്തിൽ ഗ്യാസ് കത്തിച്ച് പുഴുകാൻ വെക്കും. ഇച്ചിരി ഉപ്പൂടിടണം കേട്ടോ. ഞാനല്ല ചെയ്യുന്നത്. ഉപ്പിട്ടു. ഈ കൈയുള്ളപ്പോൾ എന്തിനാ തവിയൊക്കെ. എന്നിട്ട് നമ്മളിതിനെ അങ്ങ് അടച്ച് കുറച്ച് നേരം പുഴുങ്ങാൻ വെക്കണം. ആ സമയം നമുക്ക് ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാം. മുളക് ചമ്മന്തി, ഉള്ളി ചമ്മന്തി, അങ്ങനെയൊക്കെ കുറേ പേരുണ്ട് കേട്ടോ. ഭയങ്കര ഈസിയാണ്. കുറച്ച് കൊച്ചുള്ളി പച്ചമുളകും കൂടെ കഴുകിയെടുക്കണം. അല്ലെങ്കിൽ കാന്താരി ആയാലും ബെസ്റ്റാണ്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിതിനെ ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. മിക്സി ഒന്നും വേണ്ട, അരകല്ലിലിട്ടിട്ട് ഒന്ന് പേസ്റ്റല്ല, ചതച്ചെടുക്കുന്നു. നൊസ്റ്റാൾജിയ. അരകല്ലൊന്നും ഇപ്പോൾ ഇല്ലാത്തവർ മിക്സിയിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ഇത് കാണുന്ന എന്ത് ഭംഗിയല്ലേ. എന്നിട്ട് നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റി ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് കേട്ടോ. നല്ല പച്ച വെളിച്ചെണ്ണ അതുകൂടെ കുറച്ചിട്ട് ഇളക്കിയെടുത്താൽ മുളക് ചമ്മന്തി റെഡി. പുഴുക്കൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ ബെസ്റ്റ് സാധനമാണ്. ആഹാ, അപ്പോൾ നമ്മുടെ ചീമച്ചക്ക
എന്തായി നോക്കാം. ഓ, വെള്ളം വറ്റിയിട്ടില്ല. ഇത്രയല്ല കേട്ടോ, ഇതിലൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. നോർമൽ പുഴുക്ക് പോലെ വെള്ളവും ഉപ്പും മാത്രമല്ല, ഈ വെള്ളം അങ്ങോട്ടൊന്ന് വെന്ത് ചീമച്ചക്ക വെന്ത് വരുമ്പോഴത്തേന് നമ്മൾ വേറൊരു കാര്യം കൂടെ ആഡ് ചെയ്യും. കാണാം, ഇതാണ് താരം. തേങ്ങ തിരുമിയത് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് തേങ്ങാപ്പാൽ എക്സ്ട്രാക്റ്റ് ചെയ്യത്തില്ലേ, അതുപോലെ ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുക. എന്നിട്ട് വെള്ളം പറ്റിയ നമ്മുടെ ചീമച്ചക്കയിലേക്ക് ഈ തേങ്ങാപ്പാൽ അരിച്ചങ്ങോട്ട് ചേർക്കണം. 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നും കണക്കില്ല കേട്ടോ. നമ്മൾക്ക് കിട്ടുന്ന പോലെ കുറച്ച് വെള്ളം ചേർത്ത് തേങ്ങാപ്പീര അടിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതങ്ങോട്ട് കുറച്ച് നേരം കൂടെ ഗ്യാസിലിട്ടൊന്ന് പുഴുങ്ങണം. അപ്പോൾ ഈ തേങ്ങാപ്പാൽ അത് വറ്റിയ ആ ഒരു എണ്ണമയമുണ്ടല്ലോ, അതങ്ങോട്ട് വെന്ത് പിടിക്കും ഈ നമ്മുടെ പുഴുക്കിലോട്ട്. അതാണ് ഇതിൻ്റെ ട്വിസ്റ്റ്. ആൻഡ് ഈ ചീമച്ചക്ക പുഴുങ്ങുന്നതിൻ്റെ ഒരു വേറെ രുചിയും. വെറുതെ വെള്ളം ഉപ്പിട്ട് പുഴുങ്ങിയാൽ ആ രുചി ഒരിക്കലും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇത് അതിൽ കിടങ്ങി നല്ലപോലെ കുറുകി പിടിക്കും. സാധനം റെഡി ആയിട്ടുണ്ട്. എല്ലാം നമ്മുടെ പീസസിലോട്ട് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്ലേറ്റിലാക്കി കഴിക്കാം. ഇതൊരു പഴയ ആചാരമാണ്. ആ പാത്രത്തിലിട്ടൊരു 2 കുലുക്ക്, എന്തോ അതാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു കംപ്ലീഷൻ. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കൊതിയാവുന്നുണ്ട് കേട്ടോ. നിങ്ങളാർക്കെങ്കിലും കൊതിയാവുന്നുണ്ടോ? ഇത് എപ്പോഴും ഒന്നും സീസൺ അല്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ചീമപ്ലാവേൽ ഒരു കുറച്ച് മാസമാണ് ഇത് ഉണ്ടാവാറുള്ളത്. ഇനി എന്താ, ഇച്ചിരി ചൂടോട് തന്നെ അങ്ങ് കഴിക്കുക. അതാണ് അതിൻ്റെ ഒരു രുചി. ആ ചമ്മന്തിയിലോട്ട് മുക്കി ഒരു പീസ് ചൂടോടെ. വായിലിപ്പോൾ വെള്ളം വരുന്നുണ്ട്. എൻ്റെ ക്ലിപ്പും ഉണ്ടല്ലോ, വെറുതെ കൊതിപ്പിക്കാൻ, അല്ലാതെ എന്നാ. സൂപ്പർ സാധനം കേട്ടോ. നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും മേടിക്കാൻ കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുകൊണ്ട് വേറെയും പലതും ഉണ്ടാക്കാൻ കിട്ടും, തീയൽ അങ്ങനെയൊക്കെ. ബട്ട് പുഴുക്ക് ഈസ് മൈ ഫേവറേറ്റ്. Hope you like the video.